ഇളങ്കാറ്റിൻ്റെ ശീതളസ്പർശമോ, മുകളിലത്തെ ആലിലകളുടെ അവിരാമമായ മന്ത്രോച്ചാരണമോ, പുഴയുടെ ജലതരംഗ സംഗീതമോ, രാത്രിയുടെ ഏകാന്തതയോ ഒന്നും അയാൾ അറിയുന്നുണ്ടായിരുന്നില്ല. അന്വേഷണത്തിൻ്റെയും പരീക്ഷണത്തിൻ്റെയും സമർപ്പിത യജ്ഞമായ ഭാവിയുടെ രൂപരേഖകൾ മെനയുകയായിരുന്നു അയാൾ. ആ ഏകാഗ്രതയുടെ മൗനാകാശങ്ങളെ കിടിലം കൊള്ളിച്ചുകൊണ്ട് പാറിപ്പറന്നു വന്ന രണ്ട് പക്ഷികളുടെ ചിറകടിയൊച്ച അപ്പോൾ അയാളെ നടുക്കി. അയാൾ നോക്കി. മുകളിലെ ആൽമരക്കൊമ്പിൽ ചേക്കേറിയ ആ ഇണപ്പക്ഷികളെ രാത്രിയുടെ നരച്ച മറാലയിലൂടെ വ്യക്തമായി കാണാമായിരുന്നു. ദേഹവികമ്പങ്ങൾ, കൈലാസ സാനുക്കളിൽ നിന്നെത്തുന്ന കാൽനേമി പക്ഷികൾ, കാലത്തെയും നിമിത്തത്തെയും വിധിയെയും സൂചിപ്പിക്കുന്ന കാൽനേമി പക്ഷികൾ. വരരുചി എഴുന്നേറ്റ് ചമ്രം പടഞ്ഞിരുന്ന് കണ്ണടച്ചു പ്രാർത്ഥിച്ചു. വനദേവതകളെ, ദിഗ്ദേവതകളെ, രക്ഷ, രക്ഷ. എൻ മോഹനൻ്റെ ഇന്നലത്തെ മഴയെന്ന നോവൽ പലതവണ വായിച്ചു പോയിട്ടുണ്ടെങ്കിലും പറയപ്പെട്ട പന്തരുകുലത്തിൻ്റെ ഐതിഹ്യം ഇങ്ങനൊരു രചനയാക്കണമെന്ന് ഒരിക്കലും അദ്ദേഹം ചിന്തിച്ചിരുന്നതേയില്ല. കവിയായ പി ഭാസ്കരൻ്റെ നിർബന്ധവും അദ്ദേഹത്തിൻ്റെ മാതാവായ ലളിതാംബിക അന്തർജനത്തിൻ്റെ ചെറുകഥ പഞ്ചമി എന്ന ചെറുകഥ, ആ കഥയുമാണ് ഇങ്ങനെ ഒരു കൃതിയുടെ രചനയ്ക്ക് പ്രേരണയായതെന്ന് എൻ മോഹനൻ പറയുന്നു.